ഹലോ എവരി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കിയാലോ? ഇത് സോഫ്റ്റ് എന്ന് മാത്രമല്ല, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി റൈസ് എടുത്താലും മതി. ഞാനിവിടെ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തത്. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം. നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ കുതിർത്ത് വെച്ച അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ഏറ്റവും വലിയ ജാർ എടുക്കുകയാണെങ്കിൽ എല്ലാ ചേരുവകളും നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ ചോറാണ് ഇപ്പോൾ ചേർത്തത്. 1/2 കപ്പ് തേങ്ങ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് പഞ്ചസാരയാണ്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. അത്യാവശ്യം നല്ല മധുരമുണ്ട് ഈ 6 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ദോശമാവിൻ്റെയും ഇഡ്ഡലിമാവിൻ്റെയും ഇടയിലുള്ള ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കേണ്ടത്. കൂടുതൽ ലൂസായി പോകരുത്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാവ് പുളിച്ചു പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. എനിക്കിവിടെ 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. ഇത് ഓരോ സ്ഥലത്തിൻ്റെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് മാവ് ഫെർമെൻ്റായി വരുന്നതിനെടുക്കുന്ന സമയത്തിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നല്ല പഞ്ഞു പോലെയുള്ള ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. ഇവിടെ 5 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ പുളിച്ചു വന്നിട്ടുണ്ട്. ഇനി സ്പൂൺ ഇട്ട് ഇത് കൂടുതൽ ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി വട്ടയപ്പം തയ്യാറാക്കാനുള്ള പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യ് പുരട്ടിയാലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ സ്റ്റീൽ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 വട്ടയപ്പം നമുക്ക് തയ്യാറാക്കാം. ഇനി നിങ്ങൾക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. സ്റ്റീമർ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു കടായിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കടായിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റീം വന്നു തുടങ്ങുമ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ കൂട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. 25 മിനിറ്റ് എടുത്തു ഈ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് പകുതി വേവാകുമ്പോൾ നിങ്ങൾക്ക് വറുത്ത കാഷ്യൂനട്ട്സും റേസിൻസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ക്ലീനായിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി സ്റ്റീം ചെയ്തെടുക്കാം.
അപ്പോൾ മൊത്തത്തിൽ 25 മിനിറ്റാണ് എടുത്തത്. ഇനി നമുക്ക് കുറച്ച് ചൂടാറിയ ശേഷം വേണം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പമാണെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.